നമസ്കാരം. യാചകൻ എന്ന് കേൾക്കുമ്പോൾ മുഷിഞ്ഞ വസ്ത്രവും വൃത്തിഹീനമായ ദേഹവും പട്ടിണിയും പരിവട്ടവും നിറഞ്ഞ പശ്ചാത്തലവും ഒക്കെയായി ഒരാളുടെ ചിത്രമാകും നമുക്ക് മുന്നിൽ തെളിയുക. എന്നാൽ കോടികൾ ആസ്തിയുള്ള രാജകീയമായി കഴിയുന്ന ഒരു യാചകനാണെങ്കിലോ? അങ്ങനെ ഒരാൾ നമ്മുടെ രാജ്യത്തുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നനായ യാചകൻ ഭരത് ജെയിൻ. നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ആള് തന്നെയാണ്. ഈ കക്ഷി ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നനായ ഭിക്ഷാടകനാണ്. സമ്പന്നൻ എന്ന് പറയുമ്പോൾ ഏകദേശം 7.5 കോടി രൂപ, അതായത് $1 ദശലക്ഷം ആസ്തിയാണ് ഇദ്ദേഹത്തിനുള്ളത്. എന്നിട്ടും ഇയാൾ ഭിക്ഷാടനത്തിന് ഏർപ്പെടുന്നുമുണ്ട്. കാരണം എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. മണിക്കൂറുകളോളം ജോലി ചെയ്തിട്ടും 100 രൂപ സമ്പാദിക്കാൻ പലരും പാടുപെടുന്ന ഒരു കാലഘട്ടമാണിത്. ഇവിടെ ഭരത് ജെയിൻ 10-12 മണിക്കൂറിനുള്ളിൽ പ്രതിദിനം 2000 മുതൽ 2500 രൂപയാണ് സമാഹരിക്കുന്നത്. ഈ കക്ഷിയുടെ പ്രതിമാസ വരുമാനം 60,000-നും 75,000-നും ഇടയിലാണ്. കൂടാതെ മുംബൈയിൽ അദ്ദേഹത്തിന്റെ വിലപ്പെട്ട സ്വത്തുവകകളുമുണ്ട്. ജെയിനിനെ സംബന്ധിച്ച് ആളുകളുടെ ഔദാര്യത്തിന് നന്ദി അല്ലാതെ എന്തു പറയാൻ. ഇനി ഈ സമ്പന്നൻ ആരാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആഗോളതലത്തിൽ തന്നെ ധനികനായ യാചകനായി അംഗീകരിക്കപ്പെട്ട ഭരത് ജെയിൻ മുംബൈ എന്ന മഹാനഗരത്തിന്റെ തെരുവുകളിൽ ഭിക്ഷയാചിച്ചാണ് തന്റെ സാമ്രാജ്യം കെട്ടിപ്പൊക്കിയത്. സാമ്പത്തിക ഞെരുക്കം മൂലം ജെയിനിന് സ്കൂളിൽ പോകാനോ കാര്യമായ വിദ്യാഭ്യാസം നേടാനോ കഴിഞ്ഞില്ല. തുടർന്നാണ് ഭിക്ഷാടനത്തിലേക്ക് തിരിഞ്ഞത്. അതെന്തായാലും നന്നായി. അധ്വാനിക്കാതെ പണം കിട്ടി തുടങ്ങിയപ്പോൾ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കുടുംബവുമൊത്ത് സന്തുഷ്ട ജീവിതം നയിക്കുകയാണ് ജെയിൻ ഇപ്പോൾ. ഭാര്യയും 2 ആൺമക്കളും അടങ്ങുന്ന കുടുംബമാണ്. കൂടാതെ സഹോദരനും പിതാവും ഒപ്പമുണ്ട്. എന്തായാലും തനിക്ക് ലഭിക്കാതെ പോയ വിദ്യാഭ്യാസം തന്റെ മക്കൾക്ക് കൊടുക്കാൻ ജെയിൻ മറന്നില്ല എന്ന് തന്നെ പറയാം. മക്കൾ 2 പേരും കോൺവെന്റ് സ്കൂളിലാണ് പഠനം നടത്തിയത്. പിന്നീട് കോളേജിൽ നിന്ന് ഇരുവരും ബിരുദം നേടുകയും ചെയ്തു. പറയിലെ ഒരു ബെഡ്റൂം അപ്പാർട്ട്മെന്റിലാണ് ഇപ്പോൾ ജെയിനും കുടുംബവും താമസിക്കുന്നത്. പിതാവും സഹോദരനും ഒപ്പമുണ്ട്. സഹോദരൻ ഒരു സ്റ്റേഷനറി കട നടത്തുകയാണ്. യാചിച്ചു കിട്ടിയ പണം കൊണ്ട് 1.2 കോടി രൂപയുടെ 2 ബെഡ്റൂം ഫ്ലാറ്റ് നഗരത്തിലെ കണ്ണായ സ്ഥലത്ത് ഇയാൾ സ്വന്തമാക്കിയിട്ടുണ്ട്. താനയിൽ 2 കടമുറികളുമുണ്ട്. ഭിക്ഷ തേടൽ നിർത്താൻ കുടുംബം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാതെ ഭരത് തന്റെ ജോലി തുടരുകയാണ്. യാചിച്ചു കിട്ടുന്നതും ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങളുടെ വാടകയുമൊക്കെ ചേർന്നാണ് ഇത്. വാടക ഇനത്തിൽ 30,000 രൂപ ലഭിക്കുന്നുണ്ട്. നഗരത്തിൽ ഛത്രപതി ശിവാജി ടെർമിനസ്, ആസാദ് മൈതാൻ എന്നിവ ചുറ്റിപ്പറ്റിയാണ് ഭിക്ഷ തേടുന്നത്. ഭിക്ഷാടനം നിർത്തി എന്ന് കുടുംബം ആവശ്യപ്പെട്ടാലും ജെയിനിന് എങ്ങനെ അത് ഉപേക്ഷിക്കാൻ കഴിയും? കാരണം കൈനീട്ടുമ്പോൾ പൈസ കൊടുത്ത് സഹായിക്കുന്ന സഹതാപമുള്ള ആളുകൾക്ക് പോലും ജെയിനിന്റെ അത്ര സ്വത്തുവകകൾ ഉണ്ടായിരിക്കില്ല. അവർ സാധാരണക്കാരായിരിക്കും. അപ്പോൾ പിന്നെ ജെയിൻ എന്തിനീ ജോലി ഉപേക്ഷിക്കണം? ഭിക്ഷ യാചിക്കുന്നവർക്കിടയിലെ ഒരു മാതൃകാ യാചകനായി മാറുകയാണ് ജെയിൻ. ഇനിയിപ്പോൾ മറ്റ് ഭിക്ഷാടകർക്കും ഇങ്ങനെയൊക്കെ ആവാനായിരിക്കും ആഗ്രഹം. ഭിക്ഷ വാങ്ങുന്നത് വിജയകരമായ കരിയറാക്കി തന്നെ മാറ്റിയവരുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.